കളങ്കാവൽ എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. എനിക്കറിയാം. അതൊന്നും ഇഷ്ടമല്ല. സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കർണാടകയിലെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന മോഹൻ മാസ്റ്റർ സീരിയൽ കില്ലറായ സൈനൈഡ് മോഹനായി മാറിയത് 20ലധികം സ്ത്രീകളെ കൊലപ്പെടുത്തിക്കൊണ്ടാണ്. കർണാടകയിലും കേരളത്തിന്റെ അതിർത്തികളിലുമാണ് സൈനൈഡ് മോഹൻ ആ കൊലപാതകങ്ങളെല്ലാം ചെയ്തത്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സൈനൈഡ് മോഹന്റെ ക്യാരക്ടർ സ്റ്റാൻലി ദാസ് എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രമായാണ് വരുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ സൈനൈഡ് മോഹൻ ഒരു അധ്യാപകനായിരുന്നുവെങ്കിൽ സിനിമയിൽ സ്റ്റാൻലി ദാസ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസ് ഓഫീസറാണ്. അതേപോലെ സിനിമയുടെ പശ്ചാത്തലം കർണാടക കേരളത്തിന് പകരം തമിഴ്നാടും കേരളവുമാണ്. സൈനൈഡ് മോഹൻ എല്ലാ സ്ത്രീകളെയും സൈനൈഡ് കൊടുത്തായിരുന്നു കൊന്നിരുന്നത്. എന്നാൽ സിനിമയിലെ സ്റ്റാൻലി ദാസ് ആദ്യം ഷാൾ ഉപയോഗിച്ച് കൊല്ലുന്നതായും പിന്നീട് സൈനൈഡ് ഉപയോഗിച്ച് കൊല്ലുന്നതായും അതിനുശേഷം ഡിജിറ്റാലിസ് എന്ന പോയിസൺ ഉപയോഗിച്ച് ഹാർട്ട് അറ്റാക്ക് വരുത്തിയാണ് കൊല്ലുന്നത്. സിനിമയുടെ ടൈറ്റിൽ അനിമേഷന് മുമ്പ് ദ വെനം ബിനീത് കാൺ ബി സപ്രസ്ഡ് ഫോർ എവർ എന്നെഴുതി കാണിക്കുന്നുണ്ട്. ഒരാളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് വികാരങ്ങൾ, ഇരുണ്ട രഹസ്യങ്ങൾ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട കോപം ഒടുവിൽ പുറത്തുവരും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അനിശ്ചിതമായി അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് സിനിമയിലെ സ്റ്റാൻലി ദാസിന്റെയും അതേപോലെ നത്ത് എന്ന വിനായകന്റെ ശരിക്കുമുള്ള ക്യാരക്ടർ ട്രേറ്റ് റിവീൽ ചെയ്യുന്നതിലൂടെ കാണിക്കുന്നത്. രണ്ടുപേരും സമൂഹത്തിൽ ശാന്തമായി ഫാമിലി ലൈഫ് ജീവിക്കുന്നതായിട്ട് കാണിക്കുമ്പോഴും രണ്ടുപേർക്കും മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്ന് സിനിമയിലൂടെ വ്യക്തമാവുന്നു. ടൈറ്റിൽ അനിമേഷനിൽ ഒരു ടേപ്പ് റെക്കോർഡർ സെന്ററിൽ ഇരിക്കുന്നതായും ബാക്ക്ഗ്രൗണ്ട് എലിമെന്റ്സ് ചേഞ്ച് ആവുന്നതുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ടേപ്പ് റെക്കോർഡർ സ്റ്റാൻലി എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒന്നാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഓരോ എലിമെന്റ്സും അയാൾ ചെയ്യുന്ന കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. സ്റ്റാൻലി ദാസിന്റെ കാറിന്റെ ഡിക്കിയിൽ മൺവെട്ടിയും കമ്പിപ്പാരയും കൊണ്ടാണ് അയാൾ നടക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ശ്രുതി രാമേന്ദ്രന്റെ കഥാപാത്രത്തെ ഷാള് കൊണ്ട് കൊന്ന ശേഷം ബോഡി ബാഗിലാക്കി കാറിന്റെ ഡിക്കിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ കൊല്ലുന്നവരുടെ ബോഡി മറവ് ചെയ്യാനാണ് മൺവെട്ടി കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ടൈറ്റിൽ അനിമേഷനിൽ മൺവെട്ടി കൊണ്ട് കുഴി എടുക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. സിനിമയിൽ ഈ സീനിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട് തന്റെ ഹോണ്ട കാർ തനിക്ക് ജീവനാണെന്നും അത് സ്ത്രീധനമായി കിട്ടിയതാണെന്നും. മമ്മൂട്ടി ഉപയോഗിക്കുന്ന ആ കാർ 1986 മോഡൽ ഹോണ്ട എക്കോർഡ് 3rd ജനറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ 1986 ശേഷമായിരിക്കണം സ്റ്റാൻലി ദാസിന്റെ കല്യാണം നടന്നത്. സിനിമയുടെ തുടക്കത്തിലുള്ള ഈ ഫാമിലി സീൻ നടക്കുന്നത് 2005 എഴുതി കാണിക്കുന്നുണ്ട്. ആ ഷോട്ടിൽ സ്റ്റാൻലിയുടെ മക്കളെ ഏകദേശം 14-15 വയസ്സുള്ളവരെ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. കാറിന്റെ മോഡലും അത് ഇറങ്ങിയ വർഷവും വെച്ച് സ്റ്റാൻലിയുടെ മക്കളുടെ പ്രായവും കറക്റ്റായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പ്രസന്റിലെ കഥ നടക്കുന്നത് 2012 അതായത് നത്ത് ജയകൃഷ്ണൻ എന്ന വിനായകന്റെ കഥാപാത്രം കേസ് അന്വേഷിക്കാൻ വരുന്ന വർഷം. കോട്ടായിക്കോണം എന്ന സ്ഥലത്തെ കമ്മ്യൂണൽ ഇഷ്യൂ അന്വേഷിക്കാനാണ് വിനായകന്റെ കഥാപാത്രം വരുന്നത്. അവിടെ നിന്നാണ് സ്റ്റാൻലി ദാസ് എന്ന കില്ലറിലേക്ക് ആ അന്വേഷണം വഴിമാറുന്നത്. ഈ സീനിൽ പൂജാരി പറയുന്നുണ്ട് ആ പെണ്ണിനെയും യൂസഫിനെയും ഒരുമിച്ച് കണ്ടു എന്ന്. അപ്പോൾ ജയകൃഷ്ണൻ യൂസഫിന്റെ ഫോട്ടോ എടുത്ത് ഇവനെ തന്നെയാണോ ശരിക്കും കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സൈഡിൽ നിന്നാണ് കണ്ടത്, ഏകദേശം ഇവനെ പോലെ തന്നെ ഇരിക്കും എന്ന് പൂജാരി പറയുന്നുണ്ട്. പൂജാരി ശരിക്കും സ്റ്റാൻലിയെ തന്നെയാണ് കണ്ടത്. എന്നാൽ സ്റ്റാൻലിയുടെ അതേ ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ടാണ് സൈഡിൽ നിന്ന് കണ്ടപ്പോൾ അത് യൂസഫ് ആണെന്ന് തോന്നിയതും നാട്ടുകാരോട് പറഞ്ഞ് അതൊരു കമ്മ്യൂണൽ ഇഷ്യൂ വരെ ആയതും. റിയൽ ലൈഫ് ഇൻസിഡന്റിലും സൈനൈഡ് മോഹൻ കാരണം ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. കർണാടകയിലെ അനിത എന്നൊരു പെൺകുട്ടിയെ കാണാതാവുകയും അവിടെയുള്ള ഒരു സ്വാമി അനിത ഒരു മുസ്ലിമിന്റെ കൂടെയാണ് പോയതെന്ന് പറയുകയും അതിന്റെ പേരിൽ അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ കമ്മ്യൂണൽ ഇഷ്യൂ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരികയും അനിതയുടെ മിസ്സിംഗ് കേസിൽ നിന്ന് അടുത്തൊരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിലേക്കും അവിടെ നിന്ന് ഇതേപോലെ കാണാതായ മിസ്സിംഗ് കേസുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ഒടുവിൽ സൈനൈഡ് മോഹൻ എന്ന കില്ലറെ പിടികൂടുകയും ചെയ്യും. ഈ സംഭവത്തിന്റെ റെഫറൻസ് ആയിട്ടാണ് സിനിമയിൽ കോട്ടായിക്കോണം കമ്മ്യൂണൽ ഇഷ്യൂ കാണിക്കുന്നത്. സിനിമയിൽ സ്റ്റാൻലി ദാസ് താൻ കൊല്ലുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ ഒരു ഡയറിയിൽ വരയ്ക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സൈനൈഡ് മോഹൻ സ്ത്രീകളുടെ ചിത്രങ്ങൾ ഡയറിയിൽ വരച്ചിരുന്നില്ല. പകരം തന്റെ വലയിലാവുന്ന സ്ത്രീകളുടെ പേരും ഡീറ്റെയിൽസും അവരോട് താൻ പറഞ്ഞ ഡീറ്റെയിൽസുമാണ് ഒരു ബുക്കിൽ എഴുതിയിരുന്നത്. ഒരുപാട് സ്ത്രീകളുടെ പേരും വിവരങ്ങളും അയാളുടെ ബുക്കിലുണ്ടായിരുന്നു. ഏകദേശം 10 സ്ത്രീകളെ അയാൾ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിലൊരു സ്ത്രീ അയാളുടെ വലയിൽ വീണിരുന്നത് എന്ന് പോലീസ് അയാളുടെ ബുക്കിൽ നിന്നും കണ്ടെത്തിയിരുന്നു. തന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീകളുടെ പേരും വിവരവും ചുമന്ന മഷി കൊണ്ടാണ് സൈനൈഡ് മോഹൻ വെട്ടിക്കളഞ്ഞിരുന്നത്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സ്റ്റാൻലി ദാസ് താൻ കൊല്ലുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ ഡയറിയിൽ വരയ്ക്കുന്നുണ്ട്. 3 നിറങ്ങളിലാണ് ഈ ചിത്രങ്ങൾ സ്റ്റാൻലി വരയ്ക്കുന്നത്. അയാൾ കൊന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ ചുവപ്പ് കളറിലും അയാളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയ സ്ത്രീകളുടെ ചിത്രങ്ങൾ പച്ച നിറത്തിലും മണി എന്ന പോലീസുകാരനെ കൊല്ലുമ്പോൾ കറുപ്പ് നിറത്തിലുമാണ് വരയ്ക്കുന്നത്. അയാളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം കൊല്ലുന്ന സ്ത്രീകളെയാണ് റെഡ് കളറിൽ വരയ്ക്കുന്നത്. ടെക്സ്റ്റൈൽ ഷോപ്പിലെ ഈ സ്ത്രീയുടെ ചിത്രം വരയ്ക്കുന്നത് പച്ച കളറിലാണ്. കാരണം സ്റ്റാൻലി അവരെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും അവർ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ വിനായകന്റെ കഥാപാത്രം സ്റ്റാൻലിയുടെ ഡയറി പരിശോധിക്കുമ്പോൾ അതിൽ വിനായകന്റെ ചിത്രവും പച്ച നിറത്തിൽ വരച്ചിരിക്കുന്നതായി കാണാം. തന്റെ ഫെയിൽഡ് അറ്റംപ്റ്റുകളാണ് സ്റ്റാൻലി പച്ച കളറിൽ വരച്ചിരുന്നത്. അതായത് ഓൾറെഡി തന്നെ വിനായകന്റെ കഥാപാത്രമായ ജയകൃഷ്ണനെ വകവരുത്താൻ സ്റ്റാൻലി ശ്രമിച്ചിരുന്നു. സ്റ്റാൻലിയുടെ ഒരു ടാർഗറ്റ് ആയിരുന്നു താനും എന്ന് ജയകൃഷ്ണൻ ഈ ചിത്രം കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട്. മണി എന്ന പോലീസുകാരനെ കൊന്ന ശേഷം അയാളുടെ ചിത്രം വരച്ചത് കറുപ്പ് കളറിലാണ്. നിവൃത്തികേട് കൊണ്ട് ചെയ്ത കൊലപാതകമായതുകൊണ്ടാണ് അയാളുടെ ചിത്രം ബ്ലാക്ക് കളറിൽ വരച്ചത്. സ്റ്റാൻലി ദാസ്
ദാസ് ചിത്രങ്ങൾ വരയ്ക്കുന്ന ആ ഡയറി ശ്രദ്ധിച്ചാൽ അത് 1978 കാണാം. അതിന്റെ അർത്ഥം 1978 മുതൽ തന്നെ കില്ലിംഗ് തുടങ്ങിയ ആളാണ് സ്റ്റാൻലി. അയാളുടെ ഡയറി കാണിക്കുമ്പോൾ ആദ്യം തവളയുടെയും പല്ലിയുടെയും പൂച്ചയുടെയും ഒക്കെ പടം റെഡ് കളറിൽ വരച്ചിരിക്കുന്നതായി കാണാം. അതിനുശേഷം സ്കൂളിൽ തന്റെ കൂടെ പഠിച്ച സഹപാഠിയായ പെൺകുട്ടിയുടെ ചിത്രം റെഡ് കളറിൽ വരച്ചിരിക്കുന്നതിൽ നിന്ന് സ്റ്റാൻലി ആദ്യമായി നടത്തിയ കൊലപാതകം അതായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ സീനിൽ സ്റ്റാൻലി ശ്രുതി രാമേന്ദ്രന്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോഴാണ് എന്ന്. മൃഗങ്ങളെ കൊന്നു തുടങ്ങി മനുഷ്യരെ വരെ കൊല്ലുന്ന ഒരാളായി മാറിയതുകൊണ്ടാണ് ഇങ്ങനെ കമ്പാരിസൺ പോലെ മനുഷ്യനെ കൊല്ലുന്നതാണ് ഏറ്റവും സുഖം എന്ന് സ്റ്റാൻലി പറഞ്ഞത്. ഈ സീനിൽ 1980-81 10ാം ക്ലാസ്സിലെ ഫോട്ടോയാണ് കാണിച്ചിട്ടുള്ളത്. സ്റ്റാൻലി ദാസിന് 1980-81 SSLC പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയതിന്റെ മൊമെന്റോ കാണിക്കുന്നതിലൂടെ 1981 എടുത്തതാണ് ഈ ഹൈസ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോ എന്ന് മനസ്സിലാക്കാം. അതിനുശേഷമായിരിക്കണം ഈ സഹപാഠിയായ പെൺകുട്ടിയെ സ്റ്റാൻലി കൊന്നത്. 1978 ചെറിയ ആനിമൽസിലൂടെ കില്ലിംഗ് തുടങ്ങി 1981 ആയപ്പോൾ ആദ്യമായി മനുഷ്യനെ കൊല്ലുകയും അതാരും അറിയാതെ പിടിക്കപ്പെടാതിരുന്നപ്പോഴാണ് അയാൾ ഈ കില്ലിംഗ് ഒരു അഡിക്ഷൻ ആക്കി മാറ്റിയത്. വിനായകന്റെ കഥാപാത്രം SP-യോട് താൻ കാട്ടാക്കടയിൽ താമസിച്ചിരുന്നപ്പോൾ എലിശല്യം കാരണം അതിനെ കൊന്നു എലിയെ കൊല്ലുന്നത് ഒരു അഡിക്ഷനായി മാറിയ കാര്യം പറയുന്നുണ്ട്. ഇതേ സെയിം ടൈമിലാണ് സ്റ്റാൻലിയുടെ പഴയ ഫോട്ടോകളിലൂടെ അയാളുടെ കില്ലിംഗ് അഡിക്ഷനും കാണിച്ചു തരുന്നത്. വിനായകന്റെ കഥാപാത്രമായ ജയകൃഷ്ണനെ നത്ത് എന്ന് വിളിക്കാനുള്ള യഥാർത്ഥ കാരണം സിനിമയുടെ അവസാനം വിനായകൻ പറയുന്നുണ്ട്. പാവൂർ ശശിയെയും സുകുമാരനെയും ഒക്കെ താൻ കൊന്നതാണ് എന്ന്. തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവർ എന്ന് ഈ സീനിൽ വിനായകൻ പറയുന്നവരെയെല്ലാം നിയമത്തിന് വിട്ടുകൊടുക്കാതെ അയാൾ തന്നെ കൊല്ലുകയായിരുന്നു. സ്റ്റാൻലി ദാസിനെയും സിനിമയുടെ അവസാനം നത്ത് കൊല്ലുന്നുണ്ട്. സ്റ്റാൻലിയുടെ ഡയറി പരിശോധിക്കുമ്പോൾ തന്റെ പടം കണ്ട ആ നിമിഷം തന്നെ നത്ത് സ്റ്റാൻലിയെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാൻലിയുടെ ചിത്രം റെഡ് കളറിൽ വരച്ച് സ്റ്റാൻലിയുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നത്. വിനായകന്റെ കഥാപാത്രം സമൂഹത്തിന്റെ നിലനിൽപ്പിന് ചില പ്രഡേറ്റേഴ്സിനെ ഇല്ലാതാക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സിനിമയിൽ അത് തുറന്നു പറയുന്നില്ല എങ്കിലും ജയകൃഷ്ണൻ എന്ന നത്തിനെ ഒരു വിജിലാന്റി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ സീനിൽ വിനായകന്റെ കഥാപാത്രത്തോട് മകൾ പറയുന്നുണ്ട്, അച്ഛന്റെ എത്ര വലുതായാൽ അച്ഛനെ തോൽപ്പിക്കുമെന്ന്. ഇത് കേട്ട ജയകൃഷ്ണന്റെ മൈൻഡ് പെട്ടെന്ന് മാറുന്നതായും പിന്നീട് എന്തോ ആലോചിച്ച് നിൽക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഉള്ളിൽ ഒരു ഈഗോ കൊണ്ട് നടക്കുന്ന ആളാണ് ജയകൃഷ്ണൻ. കുറ്റവാളിയെ അന്വേഷിച്ച് കണ്ടെത്തി ഹണ്ട് ചെയ്ത് പിടിക്കണം എന്നുള്ള ഒരു ഈഗോ. കുറെ ശ്രമിച്ചിട്ടും ഈ കൊലപാതകങ്ങൾ നടത്തിയത് ആരാണ് എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ ഇല്ലാത്ത ഒരു സമയത്താണ് ജയകൃഷ്ണന്റെ മകൾ ആ ഡയലോഗ് പറയുന്നത്. അതുകൊണ്ടാണ് അത് കേട്ട് ട്രിഗറായി ആ കൊലപാതകിയെ പിടിക്കണം എന്ന ഈഗോ പുറത്തു വന്നത്. ആ കൊലപാതകിയെ പിടിച്ചില്ലെങ്കിൽ തന്റെ മകൾ വലുതാകുമ്പോൾ തന്റെ മകൾക്കും അതൊരു ഭീഷണി ആയേക്കാം എന്നൊരു ചിന്ത കൂടി ജയകൃഷ്ണനിലേക്ക് വന്നിരിക്കാം. സിനിമയുടെ തുടക്കത്തിൽ സ്റ്റാൻലിക്ക് ഒരു കോൾ വരുന്നതായി കാണിക്കുന്നുണ്ട്. കുമാർ സാറാണ് വിളിച്ചത് എന്ന് ഭാര്യയോട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ സീനിൽ തമിഴ്നാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അന്വേഷിച്ചാൽ കില്ലറെ പിടിക്കാൻ പറ്റുമെന്ന് വിനായകന്റെ കഥാപാത്രം പറയുമ്പോൾ കുമാറിനെ വിളിച്ച് പറഞ്ഞോളാം എന്ന് SP പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ജയേഷൻ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഞാൻ കുമാറിനെ വിളിച്ച് പറഞ്ഞോളാം. ഇതിൽ നിന്നും കുമാർ എന്ന പോലീസ് ഓഫീസർ തമിഴ്നാട്ടിലെ സ്റ്റാൻലിയുടെ സുപ്പീരിയർ ഓഫീസർ ആണെന്നും ആ കുമാറിന്റെ കോളായിരുന്നു സിനിമയുടെ തുടക്കത്തിൽ ഈ സീനിൽ വന്നത് എന്നും മനസ്സിലാക്കാം. മണി എന്ന പോലീസുകാരന്റെ കൊലപാതകത്തിന് ശേഷം അയാളുടെ മിസ്സിംഗ് വാർത്ത TVയിൽ കാണിക്കുമ്പോൾ സ്റ്റാൻലി ഡിസ്റ്റർബ്ഡ് ആവുകയും മൺവെട്ടി കൊണ്ട് കുഴിയെടുത്ത് ഒരു സാധനം കുഴിച്ചിടുന്നതായും കാണിക്കുന്നുണ്ട്. ആ കുഴിച്ചിടുന്നത് കയ്യിലുണ്ടായിരുന്ന സൈനൈഡ് ആണ്. സൈനൈഡ് കൊടുത്താണ് ആ കൊലപാതക പരമ്പര നടന്നത് എന്ന വാർത്ത TVയിൽ വന്നതോടെ ഇനി ആ രീതിയിൽ കൊലപാതകം ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്റ്റാൻലി വാർത്ത കേട്ട് ഡിസ്റ്റർബ്ഡ് ആവുന്നതും എന്നേക്കുമായി ആ കൊലപാതക രീതി ഉപേക്ഷിച്ച് ആ സൈനൈഡ് കുഴിച്ചിടുന്നതും. അതിനുശേഷമാണ് റിട്ടയർഡ് ഫോറൻസിക് സർജനായ കുഞ്ചന്റെ കഥാപാത്രത്തെ വിളിച്ച് കൊല ചെയ്യാനുള്ള മറ്റൊരു മാർഗത്തെപ്പറ്റി മനസ്സിലാക്കുന്നത്. ഈ സീനിൽ രാജാക്കമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന പോലീസ് ഓഫീസറിന്റെ ലിസ്റ്റ് ഫോട്ടോ സഹിതം ജയകൃഷ്ണൻ വാങ്ങുന്നുണ്ട്. അതിനുശേഷമുള്ള സീനിൽ സ്റ്റാൻലി പോലീസ് അപ്പാർട്ട്മെന്റിൽ തന്റെ കാറിലിരുന്ന് ഒരു മൊബൈൽ നോക്കുന്നതായും പിന്നീട് കാർ എടുത്തു പോകുന്നതായും കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് ആ അപ്പാർട്ട്മെന്റിൽ എത്തിയ ജയകൃഷ്ണനും സംഘവും മണിയുടെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കണ്ടെത്തുന്നുണ്ട്. ഈ സെയിം ഫോണാണ് ജയകൃഷ്ണൻ ആ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നത്. രാജാക്കമംഗലം പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാരുടെ ലിസ്റ്റ് ജയകൃഷ്ണൻ കൊണ്ടുപോയി എന്നറിഞ്ഞ സ്റ്റാൻലി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോൺ ഓൺ ആക്കുന്നതാണ് ഈ സീനിൽ കാണിച്ചത്. മണിയുടെ ഫ്ളാറ്റ് ആ അപ്പാർട്ട്മെന്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് ആ ഫ്ളാറ്റിനകത്ത് കയറാതെ തന്നെ ജനലിലൂടെ ആ ഫോൺ മണിയുടെ വീട്ടിൽ വെക്കാൻ സാധിക്കും. ആ ഫോൺ കിട്ടുന്നതും ജനലിനടുത്തുള്ള ബെഡിനടിയിൽ നിന്നാണ്. ആ ഫോൺ ഓണാക്കി മണിയുടെ വീട്ടിൽ വെച്ച് മണിയാണ് കില്ലർ എന്ന് വരുത്തി തീർത്ത് മണിയെ കൊല്ലാനാണ് രാത്രി തന്നെ സ്റ്റാൻലി പുറപ്പെട്ടത്. പിറ്റേന്ന് അതിരാവിലെ ജോലിക്ക് പോയ മണിയെ വിളിച്ചു വരുത്തി സ്റ്റാൻലി കൊല്ലുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് മണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും 9 മണിക്ക് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പിന്നീട് ജയകൃഷ്ണനോട് പറഞ്ഞു മണി നാട് വിട്ട് രക്ഷപ്പെട്ടു പോയി എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നുണ്ട്. സിനിമയിൽ സ്റ്റാൻലിയുടെ ട്രാപ്പിൽ കൊല്ലപ്പെട്ട സ്ത്രീകൾ ഒന്നുകിൽ കല്യാണപ്രായമായവരോ അല്ലെങ്കിൽ വിധവകളോ ഡൈവേഴ്സ് ആയവരോ ആയിരുന്നു. ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള സ്ത്രീകളെ ആയിരുന്നു അയാൾ ലക്ഷ്യം വെച്ചിരുന്നത്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഈ സ്ത്രീ ദിവസവും ഒരുപാട് ആൾക്കാരെ കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബോൾഡായ അവർ ഈ ട്രാപ്പിൽ പെടാതെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. സിനിമയിൽ സ്റ്റാൻലി പുക വലിക്കുമ്പോൾ വട്ടത്തിലാണ് പുക പുറത്തേക്ക് വിടുന്നത്. എന്നാൽ തന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി പിടികൂടാറായ സ്റ്റേജിൽ നോർമൽ രീതിയിൽ സ്റ്റാൻലി പുക വിടുന്നതായി കാണാം. സിനിമയുടെ അവസാനം മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കൊന്ന ശേഷം കാറിന്റെ ഡിക്കിയിലാക്കി
ഇറക്കി കൊണ്ടുപോകുമ്പോൾ ഡിക്കി തുറക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഡിക്കി മര്യാദയ്ക്ക് അടഞ്ഞിട്ടില്ലാത്തതുപോലെയാണ് കാണിക്കുന്നത്. ഈ ഒരു കാര്യം ഒരു ഗിമ്മിക് ആയിരുന്നുവെന്നും ഓഡിയൻസിന് ഒരു ഹൈ മൊമെന്റ് കൊടുക്കാനായി കാണിച്ചതാണെന്നും ഡയറക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാൻലി ദാസിന്റെ വാണ്ടഡ് എന്ന പോസ്റ്ററും അവിടെ ഒരു വട്ടത്തിൽ പുക വരുന്നതായും കാണിച്ചിട്ടുണ്ട്. അതും പ്രേക്ഷകർക്ക് ഒരു ഹൈ കൊടുക്കാൻ വേണ്ടിയാണ് കാണിച്ചത്. വിനായകന്റെ കഥാപാത്രം ഈ സീനിൽ തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അവരെയെല്ലാം താൻ തന്നെ കൊന്നതാണ് എന്ന് അവസാനം പറയുന്നുണ്ട്. നത്ത് ആരെ കൊന്നാലും അത് കണ്ടുപിടിക്കാതിരിക്കാൻ അവരെ മിസ്സിംഗ് എന്ന രീതിയിൽ വാണ്ടഡ് ക്രിമിനൽസ് ആയി മാറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് ക്ലൈമാക്സിൽ ഈ പോസ്റ്റർ കാണിക്കുന്നത്. സിനിമയുടെ ക്ലൈമാക്സിൽ ഗായത്രി അരുണിന്റെ കഥാപാത്രത്തെയും കൂട്ടി സ്റ്റാൻലി ലോഡ്ജിലെത്തുമ്പോൾ റിസപ്ഷനിൽ വേഷം മാറി നിൽക്കുന്ന പോലീസുകാരൻ ID കാർഡ് സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്. ID കാർഡ് കൊടുക്കാതിരിക്കാൻ സ്റ്റാൻലി മാക്സിമം ശ്രമിച്ചെങ്കിലും അവസാനം അമീർ എന്ന പേര് പറഞ്ഞ് ID കാർഡ് കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം അമീർ എന്ന പേര് തന്നെയാവണം ഗായത്രിയോടും പറഞ്ഞത്. റിയൽ ലൈഫിൽ സൈനൈഡ് മോഹനും ഇതേപോലെ ഒരുപാട് വ്യാജ ID കാർഡ് നിർമ്മിച്ചിരുന്നു. ഗായത്രി അരുണിന്റെ കഥാപാത്രത്തിന്റെ പ്രൊഫഷൻ സിനിമയിൽ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ആണ് എന്ന് മകളോട് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവർ ഒരു നേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പോലീസുകാരി ആവാനാണ് കൂടുതൽ സാധ്യത. കാരണം അവരും ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിരുന്നു എന്ന് ലോഡ്ജിലെ സീനുകൾ കാണുമ്പോഴും അതിനു മുമ്പുള്ള ഈ ഷോട്ടിലെ ടെൻഷൻ നിറഞ്ഞ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കാം. സിനിമയിൽ ജയകൃഷ്ണന്റെ കഥാപാത്രത്തിന് വളരെ നേരത്തെ തന്നെ കില്ലറിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. ഈ സീനിൽ കൊലപാതകി പോലീസുകാരനാണെന്ന നിഗമനത്തിൽ എത്തിയ ജയകൃഷ്ണൻ ആദ്യം സംശയിക്കേണ്ടിയിരുന്നത് സ്റ്റാൻലി ദാസിനെയായിരുന്നു. കാരണം കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടന്ന കൊലപാതകങ്ങളായതുകൊണ്ട് തന്നെ മലയാളവും തമിഴും ഒരേപോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളാവണം കില്ലർ. അതുമാത്രമല്ല, പോലീസുകാരുടെ ഫോട്ടോ അടങ്ങിയ ലിസ്റ്റിൽ സ്റ്റാൻലി ദാസിന്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആ കാര്യം ജയകൃഷ്ണന് ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നു. കൂടാതെ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിന്റെ സഹായം തേടേണ്ട ഒരാവശ്യമില്ലായിരുന്നു. കാരണം ആ കിട്ടിയ പോലീസ് ഓഫീസേഴ്സിന്റെ ഫോട്ടോസ് രജിഷ വിജയന്റെ കഥാപാത്രത്തെയോ ആ കണ്ടക്ടറെയോ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റാൻലിയാണ് കില്ലർ എന്ന കാര്യം കൺഫേം ചെയ്യാമായിരുന്നു. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.